ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉപയോഗിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന വേർഡാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഈ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു പെരുമാറ്റത്തെ, ലോകത്തെ നമ്മൾ നോക്കി കാണുന്ന അല്ലെ അതിനെ സ്വാധീനിക്കുന്ന വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു ചേഞ്ചസ്, അതിപ്പോൾ കൂടുതലായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ അട്ടഹാസം പോലെയാണെങ്കിലും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് താഴോട്ട് വരുന്ന അവസ്ഥയായ ഒരു ഭയങ്കര സങ്കടം, കരച്ചിൽ അല്ലെങ്കിൽ ഒരു മന്ദത പോലത്തുള്ള അവസ്ഥയാണെങ്കിലും മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയാം. ഇത് പെട്ടെന്നുള്ള ചേഞ്ചസ് ആവാം ആ മൂഡിൽ നിന്നുള്ളത്. ഇത് മാനസിക രോഗത്തിൽ മാത്രമല്ല ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകളായിട്ടുള്ള ഈ പീരീഡ്സിന് മുന്നേയുള്ള തൊട്ട് മുന്നുള്ള ദിവസങ്ങൾ, അതുപോലെ തന്നെ പ്രഗ്നൻസി കാലയളവ്, ഡെലിവറിക്ക് ശേഷമുള്ള ദിവസങ്ങൾ, മെനോപോസ് അത് മാസം വരെ നിൽക്കുമ്പോഴുള്ള ആ ദിവസങ്ങളിൽ ഒക്കെ മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ വേറെ ഹോർമോൺ ചേഞ്ചസ് ആയ തൈറോയ്ഡ് ഡിസോർഡേഴ്സിലൊക്കെ മൂഡ് സ്വിങ്സ് വരാം. ഇനി ഇത് കൂടാതെ ഈ വളരെ ഉറക്കമില്ലാതെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ താഴ്ന്നു കഴിഞ്ഞാലൊക്കെ മൂഡ് സ്വിങ്സ് വരാം. അതുപോലെ തന്നെയാണ് ഈ സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോൾ അല്ലെങ്കിൽ കനാബിസ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരിലും മൂഡ് സ്വിങ്സ് വരാം. പിന്നെ മറ്റൊരവസ്ഥയാണ് തലച്ചോറിന് ഏതെങ്കിലും രീതിയിലുള്ള ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിലും വളരെ കാര്യമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പം ഈ മൂഡ് സ്വിങ്സ് എല്ലാവർക്കും ഓരോ ദിവസം ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകും. പക്ഷെ അത് തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുകയാണ്, കുറേ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണാം. മൂഡ് സ്വിങ്സിൻ്റെ കാരണം കണ്ടെത്തണം. അത് എന്ത് തന്നെ ആയാലും അതിന് ചികിത്സ തേടണം.